പ്രവീൺ, മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ഈ റാന്നിയിൽ SI ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച പ്രതികളും പിടിയിലായിരിക്കുന്നുണ്ട് എന്നറിയുന്നു. ഇടക്കാട് സ്വദേശികളാണ് പിടിയിലായതല്ലേ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? വിനിത, റാന്നി ഇട്ടിപ്പാറ ബൈപ്പാസിലാണ് ഈ ഒരു സംഭവം നടന്നത്. അവിടെ ഒരു കാറിലെത്തിയ 3 യുവാക്കൾ അതുവഴി നടന്നു പോവുകയായിരുന്ന ഒരു മുത്തശ്ശനെയും കൊച്ചുമകളെയും, 13 വയസ്സ് മാത്രമാണ് പ്രായം, അവരെ ഇടിച്ചിട്ടു. തുടർന്ന് നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തി 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഈ കാറിലുണ്ടായിരുന്ന 3 പേർ പുറത്തിറങ്ങി നാട്ടുകാരെ മർദ്ദിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഉടൻ തന്നെ പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. റാന്നിയിൽ നിന്നും SI ഉൾപ്പെടെ 3 പോലീസുകാർ സ്ഥലത്തേക്കെത്തി. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രതികൾ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസേറെ പാടുപെട്ട് ഈ 3 പേരെയും പിടികൂടിയിട്ടുണ്ട്. 3 പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്യാനായി റാന്നി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു ആക്രമണം തന്നെയാണ് അവിടെ നടത്തിയത്. നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ കൊല്ലം സ്വദേശികളാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും 3 പേരും ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെയാണ്. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.